എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വാഗതം. എൻ്റെ അംഗൻവാടിയിൽ ആകാശകളാണ്. ഇന്ന് ഞാൻ അംഗൻവാടി പോകുന്നുണ്ട്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് പാറുവിൻ്റെ അംഗൻവാടിയിൽ ഓണാഘോഷമാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് അവളെ. തുടക്കം അവൾക്ക് തന്നെ പറയണം എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ സമ്മതിക്കാതെ നിവർത്തിയില്ലായിരുന്നു. രാവിലെ നല്ല മഴയും. ആദ്യമായിട്ടാണ് ഞങ്ങൾ ലോങ് വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതെ, ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ലോങ് വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ വല്ല തെറ്റും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നുള്ളൂ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. വണ്ടിയിൽ കയറിയ പാറുക്കുട്ടി പാട്ട് തുടങ്ങും. വീട്ടിലാവുമ്പോൾ പാട്ടൊന്ന് പാടിത്താ, അംഗൻവാടിയിലെ പാട്ടൊന്ന് പാടിത്താൻ പാടില്ല. പക്ഷെ വണ്ടിയിൽ പോകുമ്പോൾ എനിക്ക് നല്ല പാട്ട് കേൾക്കാം. അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞാൽ പിന്നെ പാടില്ല. പാറുക്കുട്ടിയാണ് ആദ്യം എത്തിയത്. അല്പസമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും എത്തി. പൂക്കളം ഒരുക്കുന്ന തിരക്കിലേക്ക് അമ്മമാർ കടന്നു. പൂക്കളം തയ്യാറായപ്പോഴേക്കും കലാപരിപാടികൾ തുടങ്ങിയിരുന്നു. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ടീച്ചർ ഒരു ഓണപ്പാട്ടും പാടി. ടീച്ചറെ പാട്ട് കഴിഞ്ഞപ്പോൾ പാറുവിന് പാടണം. അവൾക്ക് എന്നൊരു കാക്കേ പാട്ടാണ്. മൈക്ക് കിട്ടിയാൽ അതവള് പാടുക. പിന്നെ ടീച്ചറും കുട്ടികളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ബലൂൺ ചവിട്ടി പൊട്ടിക്കുന്ന മത്സരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ കുറേ ചവിട്ടും, കുറേ തട്ടിക്കളിക്കും. എന്തായാലും നല്ല രസമായിരുന്നു അവരെ ഓണാഘോഷം. പിന്നെ സ്പൂണിൽ നാരങ്ങ വെച്ച് ഓരോരുത്തർ നാരങ്ങ പിടിച്ചുകൊണ്ടും സ്പൂൺ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്.
അവരുടെ ചെറിയൊരു എക്സ്പീരിയൻസ്. അവർക്ക് വീണ്ടും ഇത് കളിക്കണ്ടല്ലേ വലിയ വലിയ സ്കൂളിലെത്തുമ്പോൾ. പിന്നെ കസാര കളികൾ. മൊത്തത്തിൽ കുട്ടികളും അമ്മമാരും ഹാപ്പി ആയിരുന്നു. കലാപരിപാടിയൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പോഴാണ് മാവേലി വേഷം കിട്ടിയിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഒരു കുട്ടീനെ മാവേലി വേഷം കെട്ടിച്ച് ടീച്ചറും കുട്ടികളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മാവേലിൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോസ് എടുത്തിട്ട് ഒരിടത്തേക്ക് മതിയാണില്ല. അപ്പോഴേക്കും കുട്ടികൾക്ക് വിശക്കാൻ തുടങ്ങിയിരുന്നു. സദ്യ വിളമ്പാൻ തുടങ്ങി. സദ്യയിൽ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. പായസം, രസം, പഴം, പപ്പടം, ശർക്കരപ്പേരി, അച്ചാറ്, മസാലക്കറി, അവിയൽ. ഈ സദ്യകളൊന്നും അംഗൻവാടിയിൽ പ്രിപ്പറേഷൻ ചെയ്തതല്ലേ, ഞങ്ങൾ ഓരോ അമ്മമാരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന സദ്യയാണ്. അങ്ങനെ സദ്യ വിളമ്പി തുടങ്ങി. ടീച്ചറുടെ ക്ഷണം സ്വീകരിച്ച് കുട്ടികളുടെ കൂടെ ഓണസദ്യ കഴിക്കാൻ ഞങ്ങളുടെ 20-ാം വാർഡിലെ മെമ്പറും ALMS അംഗവും എത്തിയിരുന്നു. അങ്ങനെ ഓണസദ്യ കഴിഞ്ഞ് ഓരോരുത്തരായി വീട്ടിലേക്ക് മടങ്ങി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.